രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കണിയും കൈനീട്ടവും മുറ്റത്തിന്റെ കോണിൽ പൊട്ടിവിടരാൻ പോകുന്ന പൂക്കുറ്റിയും കമ്പിത്തിരിയും സ്വപ്നം കണ്ട് കിടന്ന ഒരു വിഷു തലേന്ന് ഉറക്കമുറിഞ്ഞത് നിലവിളികൾ കേട്ടുകൊണ്ടാണ്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുത്തശ്ശി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഞങ്ങൾ കിടന്ന മുറിയുടെ വാതിക്കൽ അച്ഛനും അമ്മാവനും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്നു. ഒരു 5ാം ക്ലാസ്സുകാരന് മനസ്സിലാവാത്ത എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പതിയെ എണീറ്റ് പുറത്തേക്ക് നടന്നു. അയൽപ്പക്കത്തെ വീടുകളിലൊക്കെ ഉറക്കമില്ലാതെ പടക്കങ്ങൾ പൊട്ടിക്കുന്ന കണ്ടപ്പോൾ കൊതി തോന്നി. അച്ഛനോട് പറഞ്ഞാലോ? പടിഞ്ഞാറ്റയുടെ മൂലയിൽ മാമൻ വാങ്ങിത്തന്ന പടക്കങ്ങൾ ഇരിപ്പുണ്ട്. തനിയെ പൊട്ടിക്കരുതെന്നാണ് ഓർഡർ. അല്ലെങ്കിൽ ഇപ്പം വേണ്ട. ഇവരെന്താ വിഷുക്കണി ഒരുക്കാത്ത? അരിപ്പൊടി കൊണ്ട് കളം വരച്ച് അതിലെല്ലാം എടുത്തു വെക്കുന്ന മാമിയാണ്. ഞാൻ മെല്ലെ ഓരോ മുറികളിലും ചെന്ന് നോക്കി. ഒടുവിൽ അടുക്കളപ്പടിയിൽ ഇരുട്ടിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ജാനകി മാമിയെ കണ്ടു. മെല്ലെ അവരോട് ചേർന്നിരുന്നു. എന്തിനാ മാമി എല്ലാവരും കരയുന്നേ? ഓനുൻ്റെ കുഞ്ഞമാമ മരിച്ചുപോയി. ഇടറിയ ശബ്ദത്തോടെ മാമി പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. 2 മാസം മുമ്പാണ് കുഞ്ഞമാമൻ ആ തറവാട്ടിൽ വന്നുപോയത്. തമിഴ്നാട്ടിലാണ് ജോലി. വർഷത്തിൽ 1-2 തവണ വരും. പക്ഷേ ഗൾഫിൽ നിന്ന് വരുന്ന പോലെ ആയിരിക്കും അത്. വീട്ടിലെല്ലാവർക്കും വേണ്ട സാധനങ്ങൾ കയ്യിലുണ്ടാവും. കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും അടങ്ങുന്ന വലിയൊരു പൊതി എനിക്കും കിട്ടാറുണ്ട്. തിരിച്ചു പോകുന്നവരെ പുഴയിൽ മീൻ പിടിക്കാനും കവലയിലെ ഭഗവാൻ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്നും പുട്ടും ബീഫും മിക്സ് ചെയ്ത് കഴിക്കാനും പാടത്ത് വോളിബോൾ കളിക്കാൻ പോകുമ്പോഴെല്ലാം എന്നെയും കൂടെ കൂട്ടും. കുഞ്ഞമ്മാമൻ്റെ ഭാര്യ രേണുമാമി അവരുടെ വീട്ടിലാണ് താമസം. മാമനുമായി പിണക്കത്തിലാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാബു, നിനക്ക് അവളോടൊന്ന് സംസാരിച്ചൂടെ? എത്ര കാലം അങ്ങനെ കഴിയാ? കഴിഞ്ഞ തവണ വന്നപ്പോൾ മാമനോട് മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് ഞാനും അരികിലുണ്ടായിരുന്നു. ചിലതൊക്കെ മാറാതിരിക്കുന്നതാണമ്മേ നല്ലത്. ഒരിക്കൽ പൊട്ടിയത് ചേർത്ത് വെച്ചാലും പഴയ ഭംഗിയോർപ്പൊന്നുണ്ടാവില്ല. മുത്തശ്ശിയുടെ കാലിൽ കുഴമ്പ് ഉരുട്ടിക്കൊണ്ട് കുഞ്ഞമാമൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അല്ലെങ്കിലും മൂപ്പര് പറയുന്നതിൽ പാതിയും എനിക്ക് മനസ്സിലാവാറില്ല. നന്നായി കവിതയും കഥയും ഒക്കെ എഴുതുന്ന ആളാണ്. തട്ടിമ്പുറത്തെ മുറിയിൽ അടുക്കി വെച്ച പുസ്തകങ്ങളിലൊക്കെ നിറയെ എഴുതിയത് കണ്ടിട്ടുണ്ട്. വായന അലർജി ആയതുകൊണ്ട് അതിന് മെനക്കെടാറില്ല. ചെന്നൈയിലെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് കുഞ്ഞമാമൻ ജോലി ചെയ്യുന്നതെന്നറിയാം. ഒരിക്കൽ എന്നെ കൊണ്ടുപോകാമെന്ന് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർത്തിട്ടാവണം കണ്ണു നിറഞ്ഞു. നേരം പുലർന്നപ്പോഴേക്കും വീടിനകത്തും പുറത്തുമെല്ലാം നിറയെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നെ ആരും മൈൻഡ് ചെയ്യാതായപ്പോൾ തൊഴുത്തിനരികിലേക്ക് നടന്നു. 2 പശുക്കളും കിടാവും എന്നെപ്പോലെ തന്നെ അമ്പരന്ന് നിൽക്കുകയാണ്. രാവിലെ അവർക്ക് വൈക്കോലും വെള്ളം കൊടുക്കാറുള്ള മുത്തശ്ശിയെ കാണാഞ്ഞിട്ടാവാം കറുമ്പി എന്നെ നോക്കി ദയനീയമായി കരഞ്ഞു. ഞാൻ അവർക്ക് തീറ്റ കൊടുക്കുന്ന കണ്ട് അടുത്ത വീട്ടിലെ രാമേട്ടൻ സഹായത്തിനെത്തി. തൊഴുത്തിനടുത്ത തെങ്ങുകളിൽ പശുക്കളെ കെട്ടുന്ന നോക്കി നിൽക്കവേ എനിക്കറിയാത്ത ഏതോരാൾ രാമേട്ടൻ്റെ അടുത്തേക്ക് വന്നു. ബോഡി എപ്പോൾ കൊണ്ടുവരും? രാത്രിയാവും. ഇത്രയും ദൂരം വരേണ്ടതല്ലേ? ബാബുവിൻ്റെ ഭാര്യ വന്നില്ലേ? അകത്തുണ്ട്. ജീവനുള്ളപ്പോൾ ആ ചെറുക്കന് സ്വൈര്യം കൊടുക്കാത്തവളാ മരിച്ചപ്പോൾ കിടന്ന് കരയുന്നു. രാമേട്ടൻ തന്നെ അമർഷം ഒരു ബീഡി കത്തിച്ച് ആഞ്ഞു വലിച്ചു തീർത്തു. അവൾക്ക് കൂട്ടുകുടുംബത്തിൽ താമസിക്കാൻ വയ്യാത്രേ. ഇവരെ കാലങ്ങളായിട്ട് എനിക്കറിയാവുന്നല്ലേ. അവളോട് സ്നേഹത്തിൽ തന്നെ എല്ലാവരും പെരുമാറിയത്. ഒരു കുത്തുവാക്ക് പോലും പറയൂല. പക്ഷെ അഹങ്കാരം, വിദ്യാഭ്യാസം കൂടിപ്പോയതിൻ്റെയാ. 1 കൊല്ലം തികയും മുമ്പേ അവൾ ഇറങ്ങിപ്പോയി. അവളുടെ വീട്ടുകാരോ? അച്ഛൻ പഴയ പട്ടാളക്കാരനാ, പൂത്ത കാശുണ്ട്. മോളുടെ വാക്കും കേട്ട് ഇവിടെ വന്ന് പച്ചത്തറി വിളിച്ചു. അതോടെ ബാബുവിന് വാശിയായി. അവൾ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ കേട്ടു. പിന്നെ എന്തിനാണാവും ഇപ്പം ഇവിടെ വന്ന് അഭിനയിക്കുന്നത്? ബാബുവിന് മദ്രാസിലേതോ പെണ്ണുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഉള്ളതാണോ? എനിക്കറിയാമേല ജോർജെ. നാട്ടുകാർക്ക് എന്താ പറഞ്ഞുകൂടാത്ത? ഇനി ഉണ്ടായാലെന്താ കുഴപ്പം? അവനും ചോരയും നീരുള്ള ആണല്ലേ. അല്ല, അതും ശരിയാ. എന്നാലും ഇത്ര ചെറുപ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടാ. ദൈവം അത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാവും. നീ വന്നേ, ചെയ്തൊരുക്കാനുള്ള സ്ഥലം ഒന്ന് വൃത്തിയാക്കണം. ബോഡി കൊണ്ടുവന്നാൽ അധികം വെക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി മരിച്ചതല്ലേ. അവർ തെക്കുഭാഗത്തേക്ക് നടന്നപ്പോഴും ഞാൻ ആലോചനയിലായിരുന്നു. കുഞ്ഞമാമന് വേറെ ഭാര്യയുണ്ടെന്നൊക്കെ അമ്മയും മാമിയും സംസാരിക്കുന്ന ഒളിച്ച് കേട്ടിട്ടുണ്ട്. രേണുമാമി അവരുടെ വീട്ടിൽ പോയിട്ട് വർഷങ്ങളായി. ഞാൻ കണ്ടിട്ടേയില്ല. മാമനോട് അതേപ്പറ്റി ചോദിക്കാനും ആരും ധൈര്യപ്പെടാറില്ല എന്നതാണ് സത്യം. വലിയ മാമന് പോലും പേടിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. അനന്തേട്ട അതിൽ കൈയുണ്ട. അന്നൊരിക്കൽ കുഞ്ഞമാമൻ വലിയ മാമൻ്റെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി അലറിയത് ഓർമ്മ വന്നു. ഇനി ഈ പുതിയ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടായിരിക്കും ആ വഴക്ക്. അതിനുശേഷം 2 കാര്യമായിട്ടൊന്നും സംസാരിച്ച് കണ്ടില്ല. പക്ഷേ രാത്രി ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ്. ആദ്യം അച്ഛനും മാമന്മാരും കഴിക്കും. പിന്നെ സ്ത്രീകളുടെ ഊഴം.
ഞാൻ മുത്തശ്ശിയുടെ കൂടെയാണ് പതിവ്. വിശപ്പലട്ടിയപ്പോൾ അടുക്കളയിലേക്ക് നടന്നു. മരണ വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ലെന്ന് മനസ്സിലാക്കാനുള്ള പക്വത അന്നുണ്ടായില്ല. രാമേട്ടൻ്റെ ഭാര്യ സരോജിനി ചേച്ചി എന്നെ കണ്ടപ്പോൾ അവിൽ നനച്ചതും കട്ടൻ ചായ എടുത്ത് തന്നു. എനിക്ക് ദേഷ്യം വന്നെങ്കിലും വയറ്റിലെ കത്തൽ വാശിയെ തടുത്തു. ഒന്നും മിണ്ടാതെ അതും കഴിച്ച് അകത്തെ മുറിയിലേക്ക് പോയി. മുത്തശ്ശിയും അമ്മയും കട്ടിൽ കരഞ്ഞു തളർന്ന് കിടക്കുന്നുണ്ട്. ജാനകി മാമി തറയിലും അയൽപ്പക്കത്തെ കുറച്ച് സ്ത്രീകൾ വാതിലിനടുത്ത് ഇരിപ്പുണ്ട്. പടിഞ്ഞാറ്റയുടെ മൂലയിലെ പടക്കങ്ങൾ നിറച്ച സഞ്ചി എന്നെ നോക്കി പരിഹസിക്കുന്ന പോലെ. അതിനടുത്ത മുറിയിൽ സംസാരം കേട്ടപ്പോൾ അങ്ങോട്ട് ചെന്നു. മരയഴികളിൽ പിടിപ്പിച്ച ജനലിൽ ചാരിയൊരു സ്ത്രീ നിൽക്കുന്നു. അച്ഛൻ അവരോട് എന്തോ പറയുകയാണ്. രേണു, അവനിപ്പോൾ ജീവനോടെ ഇല്ല. നിയമപരമായിട്ട് നീ തന്നെയാ അവൻ്റെ ഭാര്യ. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അന്നത്തെ സാഹചര്യം കൊണ്ടായിരിക്കാം. ബോഡിയുടെ കൂടെ ആ പെണ്ണും കുട്ടികളും വരുന്നുണ്ട്. നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ചടങ്ങുകൾ കഴിഞ്ഞ് അവർ തിരിച്ചു പോയിക്കോളും. അപ്പോൾ ഇതാണ് ആ കഥാപാത്രം, രേണുകമാമി. ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. കല്യാണത്തിൻ്റെ ആൽബമില്ല കുഞ്ഞമാമനെടുത്ത് തീയിലിട്ട കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആള് സുന്ദരിയാണല്ലോ. മറ്റുള്ളവർ പറയുന്നത്ര കുഴപ്പക്കാരിയാണെന്ന് തോന്നുന്നില്ല. രാജേട്ടൻ അതൊക്കെ പറയാം. അനുഭവിച്ച് മുഴുവൻ ഞാനല്ലേ. വഴക്കിട്ട് പോയെങ്കിലും താലി ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഒരു തവണയെങ്കിലും എന്നെ കാണാൻ വന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും വരാതിരുന്നതിൻ്റെ കാരണം ഇതായിരുന്നു എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാനിതുപോലെ വേറെ ആൾ സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ന്യായീകരിക്കുമോ? അച്ഛനൊരു നിമിഷം മിണ്ടാതിരുന്നു. ഞാൻ ബാബുവിനെ ന്യായീകരിച്ചില്ല. പക്ഷേ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ആർക്കും ഇതൊന്നും അറിയില്ലായിരുന്നു. വെറും കേട്ടുകേൾവി മാത്രം. അവൻ്റെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും ചോദിച്ചാൽ കടിച്ചു കയറാൻ വരും. അവിടെ ഒരു പെണ്ണു 2 കുട്ടികളും ഉണ്ടെന്നുള്ളത് സത്യമാണെന്ന് ബോഡി കൊണ്ടുവരാൻ പോയൊരു ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ നിന്നോട് ഇത്രേ ആവശ്യപ്പെടുന്നുള്ളൂ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്നുമില്ലെങ്കിൽ അവൻ്റെ കുട്ടികളല്ലേ. അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന പാപ. ഞാൻ പുറത്തുനിന്നുള്ളവനാ. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ഇടപെടുന്നത് ശരിയാണോ എന്ന് നിനക്ക് ചോദിക്കാം. പക്ഷേ വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള നിനക്ക് പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ മുണ്ടുമടക്കി തിരിഞ്ഞപ്പോഴാണ് എന്നെ കണ്ടത്. മോനു, നീ ചായ കുടിച്ചോ? ഞാൻ തലയാട്ടി. ആ, മുകളിലെ മുറി പോയിരുന്നോ? വിളിക്കുമ്പോൾ വന്നാൽ മതി. ഞാൻ അനുസരിച്ചു. ചവിട്ടുമ്പോൾ കരയുന്ന മരഗോവണി കയറി മുകളിലെത്തി. അച്ഛൻ തിരുവനന്തപുരംകാരനാണ്. ചെറിയ പ്രായത്തിൽ ഇവിടെ ജോലി തേടിയെത്തി. കെട്ടിടം പണിയാണ്. വലിയമ്മാവൻ്റെ കൂടെയായിരുന്നു തുടക്കം. ബീഡി വലിക്കില്ല, കള്ളു കുടിക്കില്ല, പൈസ വെറുതെ കളയില്ല. അച്ഛനെ ബോധിച്ചുകൊണ്ടാവാം വലിയമ്മാവൻ അമ്മയെ വിവാഹം കഴിച്ച് കൊടുത്ത്. വേറെ വീടെടുത്ത് മാറാൻ മാമന്മാരും മുത്തശ്ശിയും സമ്മതിച്ചില്ല. അച്ഛന് തിരുവനന്തപുരത്തൊരു ചേച്ചിയുണ്ട്. പക്ഷെ അങ്ങോട്ട് പോവാറോ അവരിങ്ങോട്ട് വരാറോ ഇല്ല. കുഞ്ഞമ്മാവൻ്റെ മുറിയിൽ ചെന്നിരുന്നപ്പോൾ വല്ലാത്ത സങ്കടം വന്നു. ആ മുറിയിൽ അദ്ദേഹത്തിൻ്റെ മണമുള്ളതുപോലെ. ചുമരിലൊരു ഫോട്ടോയുണ്ട്. ഷിർദി സായിബാബ എന്നാണ് അതിലെ സ്വാമിയുടെ പേരെന്ന് മാമൻ പറഞ്ഞിട്ടുണ്ട്. മെല്ലെ ആ കട്ടിലിൽ കിടന്നു. മാമൻ്റെ മക്കൾ വരുന്നുണ്ട്. അവരെത്രക്കാരായിരിക്കും? എന്നോട് മിണ്ടുമോ? ഏത് ഭാഷയിൽ അവരോട് സംസാരിക്കും? മദ്രാസിലൊക്കെ തമിഴല്ലേ? എനിക്ക് തമിഴ് അറിയില്ല. അവർക്ക് മലയാളം അറിഞ്ഞാൽ മതിയായിരുന്നു. ആൺകുട്ടികളായ അത്രയും നല്ലത്. എനിക്ക് കൂട്ടുകാരെന്ന് പറയാൻ സ്കൂളിലെ സഹപാഠികൾ മാത്രമേ ഉള്ളൂ. ഇപ്പം അവധിയായതിനാൽ അവരില്ല. അടുത്ത വീട്ടിലെങ്ങും എൻ്റെ പ്രായത്തിലുള്ള ആൺകുട്ടികളും ഇല്ല. എനിക്ക് അത്ഭുതം, ഇത്രയും സുന്ദരിയായ രേണുമാമിയെ ഒഴിവാക്കി മാമനൊരു തമിഴത്തിയെ കെട്ടിയതിലാണ്. ആക്രി സാധനങ്ങൾ പെറുക്കാൻ ഞങ്ങളുടെ നാട്ടിൽ കുറേ തമിഴത്തികൾ വരാറുണ്ട്. മുഷിഞ്ഞ സാരിയും കയ്യിലൊരു ചാക്കും എടുത്ത് പറമ്പിലൊക്കെ അവർ നടക്കും. അങ്ങനെയുള്ള ആളുകളായിരിക്കും. അയ്യേ. ഉച്ചയായപ്പോൾ സരോജിനി ചേച്ചി എന്നെ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഊണ് തന്നു. ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിയാണത്രേ. എനിക്കത് തീരെ ഇഷ്ടമല്ല. ഭക്ഷണം കഴിച്ച് ഒന്നുകൂടി അവിടെയെല്ലാം ചുറ്റി നടന്നു. ആളുകൾ വന്നും പോയിരുന്നു. ബോറടിച്ചപ്പോൾ വീണ്ടും മുകളിൽ പോയി കട്ടിൽ കിടന്നു. അമ്പലത്തിൽ വിഷുവിളക്ക് ഉത്സവമാണ്. എൻ്റെ നാട്ടുകാരുടെ പരിപാടികളാണെന്ന്. വയലിൻ കരയുള്ള ചെറിയ കാവിൽ നിന്ന് കാഴ്ചവരവ് ആരംഭിക്കും. അത് അമ്പലത്തിൽ എത്തിയാലുടൻ വെടിക്കെട്ട്, പിന്നെ കലാപരിപാടികൾ. ഇന്ന് ഗാനമേളയാണ്. ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ തോന്നിയ വിഷമം കുറ്റബോധമായി മാറി. മാമനാണ് മരിച്ചത്. ഉത്സവം ഇനിയും കൂടാം. പക്ഷേ കുഞ്ഞുമാമനില്ല. കൈ നിറയെ ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളുമായി മോനു എന്ന വിളിയോടെ വരാൻ ഇനിയൊരാളില്ല. മനസ്സ് നൊന്ത് ഞാനും കരഞ്ഞു. ഒടുവിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഞെട്ടിയുണർന്നത് അലറിക്കരച്ചിൽ കേട്ടാണ്. ചുറ്റും ഇരുട്ട്. രാത്രിയായോ? താഴെ നിന്നാണ് ബഹളം. തപ്പിത്തടഞ്ഞ് പടികളിറങ്ങി. ആളുകളെ വകഞ്ഞു മാറ്റി ഉമ്മറത്ത് ചെന്നപ്പോൾ ഒരു ചില്ലുപെട്ടിയുടെ മേൽ വീണ് കിടന്ന് കരയുന്ന അമ്മയെയും മുത്തശ്ശിയെയും കണ്ടു. അച്ഛനെൻ്റെ കൈ പിടിച്ച് അവിടേക്ക് കൊണ്ടുപോയി. പെട്ടിക്കുള്ളിൽ കുഞ്ഞമ്മാമനാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം. മുഖമൊഴികിയ ബാക്കിയെല്ലാം വെള്ളത്തുണി കൊണ്ട് പുതച്ചിരിക്കുകയാണ്.
മറ്റുള്ളവർ കരയുന്നത് കണ്ടതോടെ ഞാനും കരഞ്ഞു. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. നാട്ടുകാരൊക്കെ വരി വരിയായി വന്ന് മാമനെ കാണുന്നുണ്ട്. ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് ഞാനത് കണ്ടത്. ഉമ്മറത്തിൻ്റെ കോണിൽ 3 രൂപങ്ങൾ കൂനിക്കൂടിയിരിക്കുന്നു. ഞാൻ അവരെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഒരമ്മയും 2 പെൺമക്കളും. എണ്ണമയമില്ലാതെ പാറിപ്പറന്ന മുടിയും അലങ്കോലമായ വേഷവും. ആ സ്ത്രീ മക്കളെ ചേർത്ത് പിടിച്ച് നിർവികാരതയോടെ ചില്ലുകൂട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. മക്കളുടെ മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. ഇതാവും മാമൻ്റെ പുതിയ കുടുംബം. ഇപ്പൊ പോയി മിണ്ടിയാൽ ശരിയാവില്ല. ആളുകൾ എന്ത് കരുതും? ഞാൻ കാലുകളിൽ മുഖം പൂഴ്ത്തിയിരുന്നു. ഏകദേശം രാത്രി 1 മണിയോടെ മാമനെ ചിതയിലേക്ക് എടുത്തു. കരയുന്ന ഓരോരുത്തരുടെയും കണക്കെടുക്കുകയായിരുന്നു ഞാൻ. അമ്മ, മുത്തശ്ശി, ജാനകി മാമി. മാമനോട് പിണക്കമായിരുന്നിട്ടും രേണുക മാമി ഉറക്കെ കരയുന്നുണ്ട്. പക്ഷേ ആ തമിഴത്തി കല്ലുപോലെ ഇരിക്കുകയാണ്. മക്കൾ 2 അപ്പ എന്ന് വിളിച്ച് കരഞ്ഞിട്ടും അവർക്കൊരു ഭാവമാറ്റവുമില്ല. എന്തൊരു സ്ത്രീയാണിത്! സ്വന്തം ഭർത്താവ് മരിച്ചിട്ടും വിഷമമില്ലാത്ത ഇവർക്ക് വേണ്ടിയാണോ മാമൻ രേണുമാമിയെ ഉപേക്ഷിച്ച്? എനിക്ക് അവരോട് നല്ല ദേഷ്യം തോന്നി. പുലർച്ചയോടെ ആളുകളെല്ലാം പിരിഞ്ഞുപോയി. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. രേണുമാമി അവരുടെ അച്ഛൻ്റെ കൂടെ പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് എന്നെ പോണോ രേണു? ജാനകി മാമി വിഷമത്തോടെ ചോദിച്ചു. ഞാനെന്തിനാ ചേച്ചി ഇവിടെ? പുതിയ അവകാശികളുണ്ടല്ലോ. എൻ്റെ മര്യാദക്ക് വന്നു. ചടങ്ങഴിവരെ നിന്നു. മതി. രേണുമാമി പകയോടെ ആ തമിഴത്തിയെ നോക്കി. അവർ തലകുനിച്ചിരിക്കുകയാണ്. മക്കൾ അവരുടെ മടിയിൽ ഉറങ്ങിയെന്ന് തോന്നുന്നു. അച്ഛനോട് മാത്രം യാത്ര പറഞ്ഞിട്ട് രേണുമാമിയും പോയി. വീട്ടിൽ നിശബ്ദ തളം കെട്ടി നിൽക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. വല്യമാവൻ മുറ്റത്ത് കസേരയിൽ കണ്ണുമടച്ചിരിപ്പുണ്ട്. അമ്മയും മുത്തശ്ശി അകത്തെ മുറിയിലാണ്. ജാനകി മാമി ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായയും ബിസ്ക്കറ്റും എടുത്ത് തമിഴത്തിയുടെ അടുത്ത് ചെന്നു. ഇത് കഴിക്ക്. അവർ വേണ്ട നിറത്തിൽ തലയാട്ടി. ഇത്രയും നേരമൊന്നും കഴിച്ചില്ലല്ലോ, കഞ്ഞിയെടുക്കട്ടെ? അതിനും തലയാട്ടൽ. ശരി, മക്കൾക്കെങ്കിലും കൊടുക്ക്. അവങ്ക തൂങ്ങിയാച്ച്. മാമിയും ഞാനൊന്നും മനസ്സിലാവാതെ അച്ഛനെ നോക്കി. അവരുറങ്ങിയെന്നാ പറഞ്ഞേ. മാമി പാത്രം താഴെ വെച്ച് അവിടെ അടുത്തിരുന്നു. കൂടെ ഞാനും. എന്താ പേര്? ലക്ഷ്മി. ഇവരുടെയോ? ഇത് ദേവി, ഇത് കനിമൊഴി. തമിഴെത്തി ഓരോ കുട്ടികളെയും തൊട്ട് പറഞ്ഞു. പേരുകൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഞാൻ 2 നോക്കി. ഒരാൾക്ക് എന്നേക്കാൾ വയസ്സുണ്ടാവും, മറ്റേയാൾ ചെറുതാണ്. മലയാളം അറിയുമെന്ന് ചോദിക്കും രാജേട്ടാ, മാമി അച്ഛനോട് പറഞ്ഞു. നീങ്ക சொல்றது എനിക്ക് പുരിയും. ആരാ എന്നാലെ ബദൽ പേസ തെറിയാതെ. അവർ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കേട്ടപ്പോൾ മാമിയും ഞാനും വീണ്ടും അച്ഛനെ നോക്കി. നമ്മൾ പറയുന്ന മനസ്സിലാവും, പക്ഷെ മറുപടി പറയാൻ അറിയില്ലെന്ന്. ഹോ, അത് മതി, സമാധാനായി. എൻ്റെ പേര് ജാനകി. ബാബുവിൻ്റെ ഏട്ട അനന്തൻ്റെ ഭാര്യ. ഇത് രാജേന്ദ്രൻ. ബാബുവിൻ്റെ ചേച്ചി സതിയുടെ ഭർത്താവ്. ഇത് അവരുടെ മകൻ സൂരജ്. എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ തമിഴത്തിയുടെ എൻ്റെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ആ, ഫോട്ടോ പാത്തിരിക്ക്. ഇവൻ അവർക്ക് ரொம்ப പിടിക്കും. എപ്പോഴും പേസും. കണ്ടിപ്പോൾ ഒരു വാട്ടി ഇവനെ കൊണ്ടുവരാൻ സൊല്ലും. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ ആദ്യമായി നിറഞ്ഞൊഴുകിയത്. പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും കുഞ്ഞമാമനെക്കുറിച്ചുള്ള എന്തോ ഓർമ്മകളാണ് അവരെ കരയിച്ചതെന്ന് ഞങ്ങൾക്ക് തോന്നി. മാമി അവരുടെ തോളിൽ തട്ടി. കഴിഞ്ഞില്ലേ, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും നീയും മക്കളും ഞങ്ങൾക്ക് അന്യരല്ല. മുകളിലത്തെ മുറിപ്പോയി കിടന്നു, രാവിലെ സംസാരിക്കാം. അവർ ഇരിപ്പ് തുടർന്നപ്പോൾ അച്ഛൻ ചെന്നൊരു കുട്ടിയെ പതിയെ എടുത്തു. മാമി വീണ്ടും നിർബന്ധിച്ചതോടെ മറ്റേയാളെ എടുത്ത് അവർ എഴുന്നേറ്റു. മുകളിലേക്ക് ഞാനും കൂടെ പോയി. മക്കളെ കട്ടിൽ കിടത്തിയ ശേഷം അച്ഛനും മാമിയും തിരിച്ചു കിടന്നു. തമിഴത്തി തലയിൽ കയ്യൂന്നിയിരിക്കുകയാണ്. ഞാൻ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു. ആളനക്കം കേട്ടിട്ടാവണം അവർ മുഖമുയർത്തി നോക്കി. വേദന കലർന്നൊരു പുൻസിരി. അത് കണ്ടപ്പോൾ എനിക്കും സങ്കടം വന്നു. കരയണ്ടാട്ടോ, ഉറങ്ങിക്കോ. അത്രയും പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞോടി. ആശ്വസിപ്പിക്കാൻ മാത്രമുള്ള എന്ത് ബന്ധമാണ് ആ സ്ത്രീയോടെന്ന് എനിക്കറിയില്ലായിരുന്നു. താഴെ ഞങ്ങളുടെ മുറിയിൽ കയറിയപ്പോൾ അച്ഛൻ കട്ടിൽ കിടക്കുന്നുണ്ട്. ഞാനും കയറി കിടന്നു. അവരിനി ഇവിടെയാണ് താമസിക്കുന്നത് അച്ഛാ? അറിയില്ല മോനൂട്ടാ. ഞാൻ ആ തമിഴെത്തി എന്താ വിളിക്കണ്ടേ? മാമി തന്നെ വിളിച്ചോ? അയ്യോ, അപ്പൊ രേണുമാമിക്ക് ദേഷ്യം വരില്ലേ? അതിന് മറുപടി കിട്ടിയില്ല. ആ കുട്ടികളെയോ? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം, നീ പറഞ്ഞു. അച്ഛനെ ദേഷ്യം പിടിപ്പിക്കണമെന്ന് കരുതി പിന്നെയൊന്നും ചോദിച്ചില്ല. കണ്ണടച്ച് കിടന്നിട്ടും ഉറക്കം വന്നില്ല. മനസ്സിൽ 2 പേരുകൾ മുഴങ്ങുന്നു: ദേവി, കനിമൊഴി. കുഞ്ഞമാമൻ്റെ ചിതാഭസ്മം പുഴയിലൊഴുക്കാനുള്ള യാത്ര. വാനിൽ മുത്തശ്ശി ഒഴികെ എല്ലാവരുമുണ്ട്. അമ്മ ലക്ഷ്മി മാമിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. അവർ മറുപടിയും കൊടുക്കുന്നുണ്ട്. അമ്മക്കതിന് തമിഴ് അറിയില്ലല്ലോ. അടുത്തുപോയി ഇരുന്നാലോ എന്ന് ആലോചിച്ചു. അല്ലെങ്കിൽ വേണ്ട, മുതിർന്നവർ സംസാരിക്കുന്ന കേൾക്കുന്ന നല്ല സ്വഭാവമില്ലെന്ന് ജാനകി മാമി പറഞ്ഞിട്ടുണ്ട്.
അച്ഛാ. ഞാൻ പതിയെ വിളിച്ച്. അച്ഛനെന്നെ നോക്കി. എത്താറായോ? ആ, കുറച്ച് ദൂരം കൂടിയുണ്ട്. എന്തേ, വിശക്കുന്നുണ്ടോ? ശരി, ഇനി കാണുന്നൊരു ഹോട്ടൽ കയറാം കേട്ടോ. അച്ഛൻ എഴുന്നേറ്റ് പിൻസീറ്റിലിരുന്ന വലിയമ്മാവനെ നോക്കി. അന്നേട്ടാ, കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും. ഡ്രൈവറോട് എവിടെയെങ്കിലും നിർത്താൻ പറ. അനുവാദം കിട്ടിയതോടെ അച്ഛൻ ഡ്രൈവറുടെ അടുത്തേക്ക് നടന്നു. ഒരു ചെറിയ കവലയിൽ വാൻ നിർത്തി എല്ലാവരും ഇറങ്ങി. ഒരിടത്തര ഹോട്ടലായിരുന്നത്. ഞാനും അച്ഛനും ലക്ഷ്മി മാമിയും മക്കളും ഒരു ടേബിളിന് ചുറ്റും ഇരുന്നു. അവരിടയ്ക്കിടെ എന്നെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വല്ലാത്ത ചമ്മൽ. ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ക്ലാസ്സിലെ പെൺകുട്ടികളോട് പോലും സംസാരിക്കാത്ത ഞാൻ എങ്ങനെ അവരെ നേരിടും? സർ, സാപ്പിടത്തേക്ക് തന്നെ വേണം. സപ്ലയർ വന്നപ്പോൾ അച്ഛൻ അവരോട് ചോദിച്ചു. പരസ്പരം നോക്കിയ ശേഷം ഒരാൾ പറഞ്ഞു, ഏതാവത് പോതും. അച്ഛൻ 4 പേർക്കും അപ്പവും മുട്ടറോസ്റ്റും ഓർഡർ ചെയ്തു. ഭക്ഷണം കഴിക്കുമ്പോഴും എൻ്റെ കണ്ണ് ആ 2 പെൺകുട്ടികളിലുമായിരുന്നു. അപ്പോൾ മാത്രമല്ല, അവർ വന്ന ദിവസം മുതൽ അവരറിയാതെ നിരീക്ഷിക്കുന്നതിൽ എനിക്ക് എന്തോ ഒരു ത്രില്ല് തോന്നി. മൂത്തയാളാണ് ദേവി. എന്നേക്കാൾ 1-2 വയസ്സ് കൂടുതലുണ്ടാവും. ആ കണക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. രേണുമാമിയോട് പിണങ്ങിയ ശേഷമല്ലേ കുഞ്ഞമാമൻ തമിഴത്തെ കെട്ടിയത്. പിന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു മകളുണ്ടാവും? ആരോടെങ്കിലും ചോദിച്ചാൽ അടി ഉറപ്പാണ്. കാരണം ഞാൻ കുട്ടിയാണെങ്കിലും വലിയവരുടെ നാക്കാണെന്നാണ് അമ്മയുടെ പരാതി. അതുപോട്ടെ, എൻ്റെ കണ്ടെത്തലുകൾ എന്താണെന്ന് നോക്കാം. ദേവി ഗൗരവക്കാരിയാണ്. ചോദിക്കുന്നതിന് അളന്ന് മുറിച്ചേ ഉത്തരം നൽകൂ. വീട്ടിൽ വന്നതിന് 2ാമത്തെ നാൾ മുതൽ ആരും പറയാതെ തന്നെ അവൾ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് മുറ്റം വൃത്തിയാക്കും. പിന്നെ അടുക്കള വശത്തെ തെങ്ങിൻ ചുവട്ടിലിരുന്ന് പാത്രങ്ങളെല്ലാം കഴുകും. ജാനകി മാമി തടഞ്ഞിട്ടും അവൾ അനുസരിച്ചില്ല. കിണറ്റിൻകരയിൽ നിന്ന് വെള്ളമെടുത്ത് കുളിമുറിയിലെ വലിയ വീപ്പയിൽ നിറക്കും. അപ്പോഴേക്കും വലിയമ്മാവൻ പശുക്കളെ പറമ്പിലേക്ക് കെട്ടിയിട്ടുണ്ടാവും. ഇവൾ ചൂലും ബക്കറ്റിൽ വെള്ളവും എടുത്ത് തൊഴുത്തിലേക്ക് നടക്കും. ഒരറപ്പുമില്ലാതെ ചാണകം വാരി കുഴിയിലിട്ട് തൊഴുത്ത് മുഴുവൻ കഴുകി പുറത്തിറങ്ങിയ ശേഷം കുളിമുറിയിലേക്ക്. കുളിച്ച് അടുക്കളയിൽ പോയി അമ്മയോടോ മാമിയോടോ പതിയെ ചോദിക്കും, വേലിയിർക്ക? അതിൻ്റെ അർത്ഥം പഠിച്ചു വെച്ചതിനാൽ അവരില്ലെന്ന് പറയും. പിന്നെ അവൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലുണ്ടാവും. കനിമൊഴി എന്നേക്കാൾ ചെറുതാണ്. എപ്പോഴും മുത്തശ്ശിയുടെ അടുത്തുണ്ടാവും. അവൾ പറയുന്ന മുത്തശ്ശിക്കോ മുത്തശ്ശി പറയുന്ന അവൾക്കോ മനസ്സിലാവില്ല. പക്ഷേ രണ്ടാൾ എന്തൊക്കെയോ സംസാരിക്കും. ആളൊരു മടിച്ചിയാണെന്ന് തോന്നുന്നു. 2 തവണ അവളോട് സംസാരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെ മെനക്കെട്ടില്ല. ലക്ഷ്മി മാമിയുടെ ശബ്ദം ആ വീട്ടിൽ കേൾക്കാറില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവ്യക്തമായ മറുപടി മാത്രം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും യാത്ര തുടർന്നു. റോഡിൽ നിന്ന് കുറച്ച് താഴെയാണ് പുഴ. അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ കൽപ്പടവുകളുണ്ട്. പടവുകളുടെ ഇരുവശവും പേരറിയാത്ത പടുകൂറ്റൻ മരങ്ങൾ. ശരിക്കും ഒരു വലിയ കാട് പോലെ. അച്ഛനും വലിയമ്മാവനും വാനിൻ്റെ അടുത്തുനിന്ന് ആരോടോ എന്തോ കാര്യമായി സംസാരിക്കുകയാണ്. സ്ത്രീകളൊക്കെ പടവുകൾ ഇറങ്ങി തുടങ്ങി. ആവേശമൂത്ത് ചാടി ഇറങ്ങവേ എൻ്റെ കാലിടറി. കമിഴി നടിച്ച് വീണയുടെ അടുത്തുനിന്ന് പൊട്ടിച്ചിരി മുഴങ്ങി. കനിമൊഴിയാണ്. വേദനയേക്കാൾ നാണക്കേട് തോന്നിയപ്പോൾ ഞാൻ ഉറക്കെ കരഞ്ഞു. പിടിച്ചെഴുന്നേൽപ്പിച്ചത് അച്ഛനും അമ്മയോ ആയിരുന്നില്ല, ദേവി. അവൾ എന്നെ പടിയിലിരുത്തി കൈകാലുകൾ പരിശോധിച്ചു. കാൽമുട്ടിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അപ്പോഴേക്ക് അച്ഛൻ അവിടെ എത്തി. നോക്കി നടക്കണ്ടേ മോനൂട്ടാ, അച്ഛൻ പറഞ്ഞു. 2 കൊള്ളാത്തതിൻ്റെ സൂക്കേടാ ചക്കിന്. താഴെ നിന്ന് അമ്മയുടെ വകയും കൂടി കേട്ടപ്പോൾ എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി. അച്ഛൻ എന്നെ എടുത്ത് താഴേക്ക് നടന്നു. പുഴയിലെ തണുത്ത വെള്ളത്തിൽ മുറിവുകൾ കഴുകിത്തന്നു. ചിരിയടക്കാൻ പാടുപെടുന്ന കനിമൊഴിയെ ആ വെള്ളത്തിലേക്ക് തള്ളിയിട്ടാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഒരാൾ വീണ് ചോരയൊഴുകുമ്പോൾ ചിരിക്കാൻ എങ്ങനെ ഇവൾക്ക് കഴിയുന്നു? കുഞ്ഞമ്മാവൻ്റെ മോൾ തന്നെയാണ് ഇത്. ഞാൻ അത്യധികം വെറുപ്പോടെ അവളെ തന്നെ നോക്കി. ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദേവിയാണ് എൻ്റെ അടുത്തിരുന്നത്. വലിക്കിതാ? അവൾ ചോദിച്ചു. എന്താ? വലിയിറുക്കാ? ഒന്നുകൂടി വിശദമാക്കിയെങ്കിലും എനിക്ക് മനസ്സിലായില്ല. വേദന? അവൾ പറഞ്ഞു കേട്ട് ഞാനും ഞെട്ടി. മലയാളം അറിയായിരുന്നോ? കൊഞ്ചം തെരിയും. അപ്പം മലയാളം താൻ ജാസ്തി പേസുവേ. ഏതോ ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ എനിക്കും സങ്കടം വന്നു. ഒരു ദിവസം അച്ഛനെ കാണാതിരുന്ന എനിക്ക് സങ്കടം വരും. ഇവർക്കിനി ഒരിക്കലും സ്വന്തം അച്ഛനെ കാണാൻ പറ്റില്ല. എത്രത്തോളം വിഷമമുണ്ടാവുമെന്ന് ഊഹിക്കാം. ഞാൻ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചമർത്തി. ഞാൻ എന്താ വിളിക്കണ്ടേ? യാറേ, എന്നെയാ? അക്കാന്ന് കൂപ്പിട്ടോ. ഉന്നവിടെ വയസ്സ് എനിക്കിതാ ജാസ്തി ഇருக்கு. മടിയോടെയാണെങ്കിൽ അത് അംഗീകരിച്ചു. ആ യാത്ര വീട്ടുപടിക്കൽ അവസാനിക്കുമ്പോഴേക്കും ദേവിയുമായി നല്ലൊരു അടുപ്പ് ഉടലെടുത്തിരുന്നു. മറ്റാരോടും അധികം മിണ്ടാത്തവൾ എന്നോട് സംസാരിച്ചു തുടങ്ങി. പാതിയും മനസ്സിലാവാറില്ല, പക്ഷേ ഞാൻ കേട്ടിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നല്ല മഴയുള്ള ഒരു രാത്രി. അത്താഴം കഴിഞ്ഞ് ഞാൻ ഉമ്മറത്തേക്ക് വന്നപ്പോൾ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. കാര്യമായ ചർച്ചയാണെന്ന് മനസ്സിലായി. ഇതിങ്ങനെ എത്ര നാളെന്ന് വെച്ചാ? വല്യമ്മാവൻ തുടങ്ങി. നിയമപരമായിട്ട് രേണുകയാണ് അവൻ്റെ ഭാര്യ.
നമുക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഇപ്പം തന്നെ നാട്ടുകാർ അതും ഇതും പറഞ്ഞു തുടങ്ങി. എന്നാലും കുട്ടികൾ ബാബുവിൻ്റെതല്ല എന്തേട്ടാ, നമുക്കൊരു ഉത്തരവാദിത്വമല്ലേ? അച്ഛൻ ചോദിച്ചു. എന്ത് ഉത്തരവാദിത്വം? മരിച്ചവരെ പറ്റി മോശം പറയരുതെന്നാ. എന്നാൽ അവൻ കാണിച്ച് വൃത്തികേടല്ലേ? ഇവളുടെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ടും നാട്ടിൽ വന്ന് വേറെ കല്യാണം കഴിച്ചു. ആ ബന്ധം വഷളായപ്പോൾ തിരിച്ചുപോയി ഇവരുടെ കൂടെ താമസിച്ചു. പിന്നെ ഒരു കൊച്ചുണ്ടായി. ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ ഇത്? അമ്മാവൻ ക്ഷോഭത്തോടെ കൈകൾ കൂട്ടിത്തിരുമ്മി. ഈ പെണ്ണിന് 2 പൊടിക്കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കാനൊന്നും എനിക്കൊരു മടിയുമില്ല. അതല്ലേ ഇപ്പൊ പ്രശ്നം. അവന്റെ ജോലി ഇവൾക്ക് കിട്ടും. ശരിക്കത് രേണുകൾക്ക് അവകാശപ്പെട്ടതാ. അവൾക്കതിന് താല്പര്യമില്ല. ഇവൾക്ക് കിട്ടിക്കോട്ടെ എന്നാ പറയുന്നത്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഈ തറവാട്ടിൽ ബാബുവിനുള്ളെല്ലാം അവൾക്ക് വേണം. കുട്ടികളെ മുന്നിൽ നിർത്തി ഇവൾ നാളെ അതിനു വേണ്ടി വരരുത്. എല്ലാ കണ്ണുകളും ലക്ഷ്മി മാമിയിലേക്കായി. പണ്ട് കുഞ്ഞമ്മാവന്റെ ശരീരം കൊണ്ടുവന്നപ്പോൾ ഇരുന്ന അതേ സ്ഥലത്ത് അവർ ഇരിക്കുകയാണ്. കണ്ണുകളിൽ അന്നുണ്ടായിരുന്ന നിർവികാരതയോടെ. അതെങ്ങനെ ശരിയാവും ഏട്ടാ? ഇവൾ അന്യാണെങ്കിലും കുഞ്ഞുങ്ങൾ ബാബുവിൻ്റെതല്ലേ? അവർക്ക് അവകാശമുണ്ടല്ലോ. അമ്മ മുന്നോട്ട് വന്നു. അതൊക്കെയുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. രേണുകയും അച്ഛനും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരു കണക്കിന് ഇത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നി. ലക്ഷ്മിക്ക് അവൾ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ സ്ഥിരം ജോലി കിട്ടും. കുട്ടികളുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ? അവരുടെ പഠിത്തം മുടങ്ങിയിരിക്കുക. ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാന്ന് വെച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടാവും. തമിഴ്നാട്ടിലെ സ്കൂളിൽ നിന്ന് മലയാളം മീഡിയത്തിലേക്ക് മാറുമ്പോൾ അതൊത്തിരി ബാധിക്കില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. വലിയമ്മാവൻ മുത്തശ്ശിയെ നോക്കി. അമ്മക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? അവരവരുടെ അഭിപ്രായം തുറന്നു പറയണം. നാളെ ഞാൻ അനിയൻ്റെ പെണ്ണിനെയും മക്കളെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന പരാതി വരരുത്. ഇതിനെപ്പറ്റി ആദ്യം സംസാരിച്ച ലക്ഷ്മിയോടാ. അവൾക്കതിൽ സന്തോഷമേ ഉള്ളൂ, അല്ലേ ലക്ഷ്മി? ലക്ഷ്മി മാമി എഴുന്നേറ്റ്. ആമാ, അതാ നല്ലതെണ്ണ. ഇവളവ് നാൾ നീങ്ക കാട്ടിന് അമ്പ് പോതും. അവരെല്ലാവരെയും നോക്കി കൈകൂപ്പി. അങ്ങനെ നിന്നെ വിട്ടുകളയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഞങ്ങൾ അവിടേക്കും വരും. എൻ്റെ അനിയൻ ചങ്കുറപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിൽ വലതുകാൽ വെച്ച് കയറിയിട്ടിരുന്ന പെണ്ണാ നീ. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവനോ നീയോ പറഞ്ഞിട്ടുമില്ല. മാമി സാരി തലപ്പുകൊണ്ട് കണ്ണീരൊപ്പി. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ നാട്ടിൽ നിൽക്കാതിരിക്കുന്നതാ നല്ലത്. മറ്റുള്ളവർക്ക് എന്നും നീ 2ാം തരക്കാരിയായിരിക്കും. അത് കാണുമ്പോൾ ഞങ്ങൾക്കും സഹിക്കില്ല. പിന്നെ മക്കളുടെ കാര്യം, അവർ വലുതാകുമ്പോൾ ഇവിടുത്തെ സ്വത്തിനൊരു പങ്ക് കൊടുക്കും. ബാബുവിൻ്റെ സ്വത്തിൽ മാത്രമേ രേണുവിന് അവകാശമുള്ളൂ. എൻ്റേതിലില്ല. എനിക്ക് കുട്ടികളില്ലല്ലോ, അതിവർക്കുള്ളതാ. അനന്തം വെറും വാക്ക് പറയില്ല. അവസാനമായപ്പോഴേക്കും അമ്മാവന്റെ ശബ്ദമിട്ടിരുന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. എപ്പോഴും ഗൗരവക്കാരനായ മനുഷ്യനാണ്. രാജൻ എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മാവൻ അച്ഛനോട് ചോദിച്ചു. ഏട്ടൻ പറഞ്ഞാൽ ശരി. അച്ഛനും കൂടി പിന്തുണച്ചോടെ ആ ചർച്ച അവിടെ അവസാനിച്ചു. പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ലക്ഷ്മി മാമിയും ദേവിയൊക്കെയും കനിമൊഴിയും തിരിച്ചു പോവുകയാണ് ഞാൻ ഊഹിച്ചു. രാത്രി കിടന്നപ്പോൾ അമ്മ അച്ഛനോട് ചോദിച്ചു. നിനക്ക് ഈ നാട്ടുകാരെ പറ്റി അറിയില്ലേ? 2 പെങ്കൊച്ചുങ്ങളാ. അവർ വലുതായാലും വേറെ കണ്ണിലൂടെ ഇവരൊക്കെ കാണും. അവിടെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. എന്നാലും എനിക്ക് എന്തോ പോലെ കുറച്ച് നാളുകൊണ്ട് ആ 3 പേരെ ഒത്തിരി ഇഷ്ടമായതാ. അമ്മയുടെ ശബ്ദത്തിൽ സങ്കടം നിറഞ്ഞു. എനിക്കും ഹൃദയം നുറുങ്ങുന്ന വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ദേവി അക്കയുടെ സ്നേഹം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇത്രയും ദിവസം രാവിലെ എന്നെ ഉണർത്തുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്ന സമയം വരെ അക്ക കൂടെ ഉണ്ടാവാറുണ്ട്. ഓരോ നേരവും എന്നെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന തമിഴ് പാട്ടുകൾ പാടിത്തരുന്ന അക്ക ഇനി കൂടെ ഉണ്ടാവില്ല എന്ന ചിന്തയിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുറത്തേക്ക് കോരിച്ചൊരിയുന്ന മഴയിൽ എൻ്റെ കരച്ചിലാരും കേട്ടില്ല. 4 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ്. കാലിൽ തൊട്ട് വന്ദിച്ച ലക്ഷ്മി മാമിയെ മുത്തശ്ശി പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തു. നീ അവിടെ പോയാൽ എന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടത്തേക്കാൾ സമാധാനം ഉണ്ടാവും. ഒന്നുമില്ലേലും സ്വന്തം നാടല്ലേ. ബാബുവിൻ്റെ ആണ്ടിന് വരണം. കണ്ണീരോടെ മുത്തശ്ശി പറഞ്ഞു. മടിക്കുത്തിൽ നിന്ന് 10ൻ്റെയും 50ൻ്റെയും ഏതാനും നോട്ടുകളെടുത്ത് കനിമൊഴിയുടെയും ദേവിയക്കയുടെയും കയ്യിൽ വെച്ച് കൊടുത്തു. നന്നായി പഠിക്കണം കേട്ടോ. ഇടയ്ക്ക് മുത്തശ്ശിയെ കാണാൻ വരണം. അവർ തലയാട്ടി. വലിയമ്മാവൻ അവർക്ക് കുറേ ഡ്രസ്സുകൾ വാങ്ങി വെച്ചിരുന്നു. അതെല്ലാം ലക്ഷ്മി മാമിക്ക് കൊടുത്തു. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഏയ് അപ്പടി പേശാതെ, നീങ്ക എനക്കും അണ്ണൻ താൻ. പുഞ്ചിരിയോടെ മാമി പറഞ്ഞു. അമ്മയോടും ജാനകി മാമിയോട് യാത്ര ചോദിച്ച ശേഷം അവർ ടാക്സിയിൽ കയറി. ഞാനും അച്ഛനും മുൻസീറ്റിൽ, അവർ പുറകിലും. കാർ ഓടിക്കൊണ്ടിരിക്കവേ ഞാനും തിരിഞ്ഞു നോക്കി. ദേവിയക്ക കണ്ണു തുറക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഉറക്കെ അലറിക്കരയാൻ തോന്നി. കൂടപ്പിറപ്പുകളില്ലാത്ത എനിക്ക് ഒരു മനുഷ്യായുസിലെ സ്നേഹം മുഴുവനും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നവളാണ് പോകുന്നത്. നാട്ടുകാരുടെയും രേണുമാമിയുടെയും സന്തോഷത്തിന് വേണ്ടി
എന്തിനാണ് ഇവർ ഒഴിവാക്കുന്നത്? അറിയില്ല. ഞാൻ വലുതായിരുന്നെങ്കിൽ ഒരിക്കലും വിടില്ലായിരുന്നു. കനിമൊഴിയെ നോക്കിയപ്പോൾ അവൾ എന്തോ പുസ്തകം വായിക്കുകയാണ്. നല്ല ദേഷ്യം വന്നു. ഇവൾക്ക് മാത്രം ഒരു സങ്കടം ഇല്ലല്ലോ. കാറ് സ്റ്റേഷനിലെത്തി. ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. കമ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി അതിൽ കയറി സീറ്റും കണ്ടുപിടിച്ചു. അച്ഛൻ പുറത്തിറങ്ങി വാട്ടർ ബോട്ടിലും സ്നാക്സും എല്ലാം വാങ്ങി അവർക്ക് കൊടുത്തു. അവിടെ എത്തിയിട്ട് ഫോൺ വിളിക്കണം, അച്ഛൻ പറഞ്ഞു. മാമി തലയാട്ടി. നീങ്ക സ്റ്റേഷനിൽ നിന്ന് എപ്പടി പോവും? എങ്കിൽ ഊര് താനേ പറവല്ലേ. അതിനുശേഷം അവരെന്നെ ചേർത്ത് പിടിച്ചു. മാപ്പിളെ, നീ കണ്ടിപ്പോരു നാളാങ്കി വരണം കേട്ടോ. ഞാനൊന്നും മിണ്ടാ മിഴിച്ചു നിന്നതേയുള്ളൂ. ദേവിയൊക്കെ എൻ്റെ മുടിയിലൂടെ തലോടി. കറക്റ്റ് ടൈമിൽ സാപ്പിടണം, അമ്മ சொல்றது കേൾക്കണം, ശരിയാ? വേറെ ആര് പറയുന്നതോ മനസ്സിലായില്ലെങ്കിൽ ചേച്ചിയുടെ വാക്കുകൾ എനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ അതിൽ സ്നേഹം കാരണമാവും. ട്രെയിൻ പുറപ്പെടാൻ സമയമായി. ഞങ്ങൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയവേ കനിമൊഴി എൻ്റെ കയ്യിൽ പിടിച്ചു. സോറി, അന്നേക്ക് ഒരു നാൾ നീക്ക് കീഴെ വീഴുന്നപ്പോൾ ഞാൻ ചിരിച്ചെടുക്ക്. ഒരുത്തം വീണപ്പോൾ പൊട്ടിച്ചിരിച്ചത് മാത്രമല്ല, പിന്നെ എപ്പോൾ എന്നെ കാണുമ്പോഴും അവളുടെ മുഖത്ത് ആ പരിഹാസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും മാസങ്ങൾക്ക് ശേഷം സോറി പറയുന്നു. ഓവല്ലേ, ക്ഷമിച്ചേക്കാം, സാരമില്ല. ജയിച്ച സന്തോഷം പുറത്തു കാണിക്കാതെ ഞാൻ വിശാല മനസ്കനായി പറഞ്ഞു. ട്രെയിൻ നീങ്ങി തുടങ്ങി. ജനലിലൂടെ കൈവീശുന്ന ദേവിയക്കയും കനിമൊഴിയും ദൂരെ മറഞ്ഞപ്പോൾ അച്ഛൻ എന്നെയും കൂട്ടി സ്റ്റേഷന് പുറത്ത് പാർക്ക് ചെയ്ത ടാക്സിയിൽ കയറി. അച്ഛാ, ഇനി അവരെപ്പോഴാണ് വരിക? അടുത്ത കൊല്ലം വരുമായിരിക്കും. മാമി എന്തിനാ എന്നെ മാപ്പിളയെന്ന് വിളിച്ച്? ഞാൻ മാപ്പിളയല്ലല്ലോ. ചെറിയ നീരസത്തോടെയുള്ള എൻ്റെ ചോദ്യം കേട്ട് അച്ഛനും ടാക്സി ഡ്രൈവർ ദിവാകരനും ചിരിച്ചു. അതോ തമിഴ്നാട്ടിലെ മകളുടെ ഭർത്താവിനെ മാപ്പിളാന്നാ വിളിക്കുക. ദിവാകരേട്ടനാണത് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമത്തെ കൊച്ചു നിനക്ക് ശരിയാവും, ഉറപ്പേണ്ടല്ലേ, വലുതാവട്ടെ. രാജാ, നടത്തി കൊടുത്തേക്ക്. ദിവാകരേട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് ഞാൻ അച്ഛനെ നോക്കി. അച്ഛനും ചിരിക്കുകയാണ്. രണ്ടാമത്തെ കൊച്ചെന്ന് വെച്ചാൽ കനിമൊഴി. അപ്പം ഉറപ്പുണ്ടെന്നാലെന്താ? ആലോചിച്ച് തലപുകയുന്ന പോലെ തോന്നി. വീട്ടിലെത്തി അമ്മയോട് ചോദിച്ചാലോ? അലി വേണ്ട, അമ്മ അടിക്കാൻ വരുമ്പോൾ തടയാൻ ദേവിയാക്കയില്ല. മുത്തശ്ശിയുടെ അവസരം കിട്ടിയാൽ ചോദിക്കാം. കാറൊന്ന് വേഗം വീട്ടിലെത്താൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. +2 പഠനകാലത്താണ് വീണ്ടും കനിമൊഴിയെയും ദേവിയക്കയും ലക്ഷ്മി മാമിയെയും കാണുന്നത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ പലതവണ വലിയമ്മാവൻ അച്ഛന് തമിഴ്നാട്ടിൽ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണമുണ്ട്. 8ാം ക്ലാസ്സിൽ തുടങ്ങിയൊരു പ്രണയം. അതിൻ്റെ പുറകെയായിരുന്നു ഞാൻ. നിത്യ എന്നാണ് പേര്. സഹപാഠി, സുഹൃത്ത്, പിന്നെ കാമുകി. പഠനത്തിൽ പിന്നോട്ടായെങ്കിലും പ്രേമത്തിൻ്റെ ഗ്രാഫ് കുതിച്ചുയർന്നു. +2 ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പോഴാണത് സംഭവിച്ചത്. ദീർഘനാൾ അസുഖബാധിതയായി കിടന്ന ശേഷം മുത്തശ്ശി മരിച്ചു. ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നതിനാൽ വലിയ നിലവിളികളൊന്നും മുഴങ്ങിയില്ല. ലക്ഷ്മി മാമിയും മക്കളും വരാൻ എല്ലാവരും കാത്തിരുന്നു. രേണുമാമി തനിക്ക് അവകാശപ്പെട്ട് വാങ്ങി വേറെ ആരെയോ കല്യാണം കഴിച്ച് ദൂരെ എവിടെയോ ജീവിക്കുകയാണ്. അവർ മാത്രം വന്നില്ല. നല്ല മഴ പെയ്യുന്നൊരു ദിവസമായിരുന്നത്. ഉമ്മറത്ത് പണ്ട് കുഞ്ഞമ്മാമനെ കിടത്തി അതേ സ്ഥലത്ത് മുത്തശ്ശിയെ കിടത്തി. പടിഞ്ഞാറ്റയിലെ പെൻഡുലം ക്ലോക്കിൽ ഉച്ചയ്ക്ക് 12 അടിച്ചു. മൂടിക്കെട്ടിയ അന്തരീക്ഷം. കുടകൾ നിവർത്തി അയൽക്കാരും ബന്ധുക്കളും മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ മുത്തശ്ശിയുടെ കാൽ കീഴിലിരുന്നു. പാവം ഉറങ്ങുകയാണെന്നേ തോന്നുന്നു. ചെഞ്ചാതിക്കുഴമ്പിൻ്റെ മണമുള്ള ആ മുറിയിലെ കമ്പിളിപ്പുതപ്പിന് കീഴിൽ എന്നെ ചേർത്ത് പിടിച്ച് കിടക്കാൻ. ചുളിവുകൾ വീണ ഈ കൈകളില്ല എന്ന ചിന്ത മനസ്സിൽ വന്നപ്പോൾ കണ്ണിൽ നിന്നും 2 തുള്ളി ഇറ്റു വീണു. അമ്മയുടെ അടികളിൽ നിന്നും വഴക്കിൽ നിന്നും രക്ഷിക്കാനും വലിയമ്മാവൻ ചെലവിന് കൊടുക്കുന്ന കാശിൽ മിച്ചം പിടിക്കുന്ന എനിക്ക് മിഠായി വാങ്ങാൻ ആരും കാണാത്തരാനും ഇനി ആളില്ല. പനിച്ചു കിടക്കുന്ന ദിവസങ്ങളിൽ നെറ്റിയിൽ നനച്ച തുണി വെച്ച് തന്ന് അരികിലിരുന്ന് നാമം ജപിക്കുന്ന ആ ശോഷിച്ച ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കിടക്കുകയാണ്. ചുമലിൽ ആരോ കൈയിട്ട് ചേർത്ത് പിടിക്കുന്നതറിഞ്ഞ് ഞാൻ നോക്കി. ദേവിയക്ക. തിരിച്ചറിയാൻ സമയമെടുത്തില്ല. അച്ഛൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോയി വന്നപ്പോൾ ഫോട്ടോ കൊണ്ടുവന്നിരുന്നു. ഏയ്, ആമ്പിളക്ക് അഴക്കൂടാതെ, പതിഞ്ഞ സ്വരത്തിൽ അക്ക പറഞ്ഞു. എനിക്കിപ്പോൾ കുറച്ചൊക്കെ തമിഴറിയാം. പ്രതിഭാ തിയേറ്ററിൽ വരുന്ന തമിഴ് പടങ്ങൾ ഇടയ്ക്കിടെ പോയി കാണുന്നുണ്ടാവാം. ആണുങ്ങൾ കരയരുതെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയാം. അമ്മയേക്കാൾ അച്ഛനായിരുന്നു സങ്കടം. കൊച്ചുകുട്ടിയെപ്പോലെ അച്ഛൻ മുറ്റത്തിരുന്ന് കരയുന്നുണ്ട്. സ്വന്തം മക്കളെക്കാൾ മുത്തശ്ശി അച്ഛനെ സ്നേഹിച്ചിരുന്നു. വീട്ടിലെ ഓരോ കാര്യങ്ങളും അച്ഛനോട് ആലോചിച്ചേ ചെയ്യും. മകളുടെ ഭർത്താവായിട്ടല്ല, മകനായിട്ടാണ് അച്ഛനെ കണ്ടിരുന്നത്. ദേവിയക്കയുടെ ചുമലിലേക്ക് തല ചായ്ച്ചു വെച്ച് ഞാനിരുന്നു. മഴ തോർന്നപ്പോൾ മുത്തശ്ശിയെ ചിതയിലേക്ക് എടുത്തു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ എന്നേക്കുമായി യാത്ര അയക്കുന്നത് എത്ര വേദനാജനകമാണ്.
ചീത കത്തുനിന്ന് കണ്ടു നിൽക്കാൻ ശേഷിയില്ലാതെ ഞാൻ വീട്ടിലേക്ക് നടന്നു. വൈകിട്ട് 5 മണിയോടെ നിത്യയും ക്ലാസ്സിലെ വേറെ ചില കുട്ടികളും അങ്ങോട്ട് വന്നു. മുത്തശ്ശിയുടെ മുറിയിലെ കട്ടിലിരിക്കുകയായിരുന്നു ഞാൻ. സോറിടാ, ഞാൻ അങ്ങളുടെ വീട്ടിലായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. ഏയ് അതൊന്നും സാരമില്ല. കുറച്ചു നേരം നിശബ്ദത. നിനക്കിനി കുറച്ച് ദിവസം ക്ലാസ് വരാൻ പറ്റില്ല അല്ലേ? ഇല്ല. നിന്റെ നോട്ട്സ് തന്നേക്ക്, ഞാൻ എഴുതി വെച്ചോളാം. താല്പര്യമില്ലാത്ത മട്ടിൽ ഞാൻ മൂളി. സത്യം പറഞ്ഞാൽ എനിക്ക് അവളോട് നല്ല പരിഭവം ഉണ്ടായിരുന്നു. മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ അത്രയും പ്രിയമുള്ള ഒരാൾ കൂടെ വേണമെന്ന ചിന്ത, അതൊരു അതിമോഹമാണെന്ന തോന്നലൊന്നും ആ പ്രായത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു പാദസരത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ വാതിൽക്കിലേക്ക് നോക്കി. ധാവണിയുടുത്ത് മുടി പിന്നിക്കെട്ടിയ പെൺകുട്ടി കനിമൊഴിയാണെന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. മാമാ, ഉങ്ങൾക്ക് ടീ റെഡി പണിയിருக்கு. അത്രയും വർഷം കാണാത്തതിൻ്റെയോ മിണ്ടാത്തതിൻ്റെയോ ഒരു സങ്കോചവുമില്ലാതെ അവൾ പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങി. നിങ്ങൾക്ക് ചായ എടുത്തു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ഞാൻ നിത്യയെ നോക്കി. അതെനിക്ക് മനസ്സിലായി. ഏതാ കുട്ടി? കുഞ്ഞമാമൻ്റെ മോള് കനിമൊഴി. അവിടെ നിന്ന് നിന്നെ മാമാന്ന് വിളിച്ചേ? ആ, എനിക്കെങ്ങനെ അറിയാനാ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടതാ, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഫോൺ വിളിക്കാറൊന്നുമില്ലേ? ഇല്ല. അതെന്ത് പറ്റി? തോന്നിയില്ല. എനിക്കാരോട് അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എങ്ങനെ കഴിയുന്നുണ്ടാ ഇതൊക്കെ? എനിക്കെൻ്റെ ഫാമിലി എല്ലാവരോടും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സംസാരിക്കാൻ കഴിയില്ല. നീ ഇത്രയും വർഷമായിട്ട് ഒരു തവണ പോലും മിണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഇവളിങ്ങനെയാണ്, സന്ദർഭം നോക്കാതെ പെരുമാറും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വഴക്കും പതിവാണ്. ഞാനൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് നിത്യയും കൂട്ടുകാരികളും തിരിച്ചുപോയി. ഇടയ്ക്ക് ലക്ഷ്മി മാമി വന്ന് ഇത്തിരി നേരം അരികിലിരുന്നു. എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. നല്ല കുറ്റബോധമുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ടും അവിടെ വരെ പോവാൻ തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഇടയ്ക്ക് ലക്ഷ്മി മാമി വിളിക്കാറുണ്ട്. ഞാനൊഴികെ ബാക്കി എല്ലാവരും സംസാരിക്കും. എനിക്കൊരു മടി. അവരോട് മാത്രമല്ല, ആര് ഫോൺ ചെയ്താലും ഞാൻ സംസാരിക്കാറില്ല. ആ സ്വഭാവം മോശമാണെന്ന് അമ്മയും അച്ഛനും പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തു ചെയ്യാനാ, മാറ്റാൻ കഴിയുന്നില്ല. ഒരു ഗ്ലാസ് ചായയുമായി ദേവിയൊക്കെ അവിടേക്ക് വന്നു. ഇത് കുടിക്കേ. ഞാനത് വാങ്ങി വെറുതെ കയ്യിൽ വെച്ചു. അക്കയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എതുക്ക്? നിങ്ങളെ കാണാൻ വരാത്തതിലും ഫോണിൽ സംസാരിക്കാത്തതിലും. ഉന്നെപ്പറ്റി എനിക്ക് നല്ല തെറിയും കോപമൊന്നുമില്ലേ? ആനാ എപ്പോഴാவது ഒരു വാട്ടിയെങ്കിലും പാക്ക് വരുന്ന എതിർപ്പാർത്തേ. തെറ്റ് എൻ്റെ തന്നെയാണ്. പലപ്പോഴും അച്ഛൻ പോകുമ്പോൾ വിളിച്ചിട്ടും കൂടെ ചെന്നില്ല. ഒന്നാമത് എനിക്ക് ട്രെയിൻ യാത്ര തീരെ ഇഷ്ടമല്ല. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്ന ആൺകുട്ടികൾക്കുണ്ടാകുന്ന ചില മാനസികമായ മാറ്റങ്ങളും ഇവരിൽ നിന്നൊക്കെ അകലാൻ കാരണമായിരുന്നു എനിക്ക്. എന്തായാലും ഞാൻ ന്യായീകരിക്കാൻ നിന്നില്ല. 2 ദിവസങ്ങൾ കഴിഞ്ഞാണ് അവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. ദേവിയക്ക കോളേജിലും കനിമൊഴി 10ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ലക്ഷ്മി മാമിക്ക് കുഞ്ഞമാമന് ജോലി കിട്ടിയോണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കഴിഞ്ഞു പോകുന്നു. പണ്ടെങ്ങോ മനസ്സിലുയർന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് അപ്പോഴാണ്. അച്ഛനാണത് പറഞ്ഞത്. ആ വീട്ടിൽ എന്നെ കുട്ടിയായി കാണാത്ത അച്ഛൻ മാത്രമാണ്. ശരിക്കും പറഞ്ഞാലേ നിന്റെ കുഞ്ഞമാമനൊരു ഹീറോ ആയിരുന്നു. തൊഴുത്തിന് പിറകിലെ മാമിച്ചോട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു തുടങ്ങി. ലക്ഷ്മിയായിട്ട് അവൻ പ്രണയത്തിലായിരുന്നു. പക്ഷെ അവരുടെ വീട്ടുകാർ എതിർത്തു. അവർക്ക് നല്ല പിടിപാടുള്ളതുകൊണ്ട് പോലീസുകാരുടെ ഇടിയൊക്കെ അവന് കിട്ടി. ഏതോ നാട്ടിൽ കിടന്ന് അവൻ മരിക്കണമെന്ന് കരുതിയാണോ ലക്ഷ്മി വേറൊരു വിവാഹത്തിന് സമ്മതിച്ചു. പക്ഷേ ഈ ബന്ധത്തിൻ്റെ പേരിൽ അവിടെ അവൾക്ക് ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു. ഗർഭിണിയായിട്ട് അത് കുറഞ്ഞില്ല. അപ്പോഴേക്ക് ഇവിടെ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് ബാബു രേണുവിനെ കെട്ടി. പക്ഷേ ലക്ഷ്മിയെ മറക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. പോരാത്തിന് രേണുവിൻ്റെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും നാണം കെടുന്ന തരത്തിലുള്ള സംസാരം അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വീണ്ടും ചെന്നൈ പോയ സമയത്താണ് ലക്ഷ്മി വിവാഹമോചനം കഴിഞ്ഞ് കുട്ടിയെയും കൊണ്ട് തനിച്ച് താമസിക്കുന്നത് അവൻ അറിഞ്ഞ്. അതൊരു ചേരിയിൽ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുകയായിരുന്നു. വീട്ടുകാരും കൈവിട്ട അവസ്ഥ. ബാബു ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവൾ കൂടെ വരാൻ തയ്യാറായത്. മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു കുറ്റം തന്നെയാണ്. ഭാര്യ ഉണ്ടായിട്ടും പഴയ കാമയെ കൂടെ താമസിപ്പിക്കുന്നത് സമൂഹം അംഗീകരിക്കില്ല. പക്ഷേ ഈ സ്നേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരിക്കലും സ്നേഹിച്ചവർ കഷ്ടപ്പെടുന്ന കണ്ട സഹിക്കാൻ പറ്റില്ല. പോരാത്തതിന് മനസ്സമാധാനമില്ലാത്ത ദാമ്പത്യവും. അച്ഛൻ ദീർഘമായിട്ടൊന്ന് വിശ്വസിച്ചു. അന്നൊരു പക്ഷേ ബാബു തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ ലക്ഷ്മി കുഞ്ഞിനെയും കൊണ്ട് വല്ല കടുങ്കയും ചെയ്തേനെ. ഇപ്പം അവനില്ല. പക്ഷെ അവൾക്ക് മക്കളെ വളർത്താനും പഠിപ്പിക്കാനുള്ള ഒരു ജോലി കിട്ടിയതിനും അവൻ കാരണമായില്ലേ? ദേവിയക്ക എൻ്റെ കുഞ്ഞമാമൻ്റെ ചോരയിൽ നിന്ന് തിരിച്ചറിവ് ഒരു ഞെട്ടിലുണ്ടാക്കിയിരുന്നു. എന്നാലും അക്കയോട് അകൽച്ചയൊന്നും തോന്നിയില്ല. തന്നെ ഈ അമ്മയും സംരക്ഷിച്ച വ്യക്തിയെ സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് അക്ക സ്നേഹിച്ചത്. മാമനും അതുപോലെ തന്നെ. വേറൊരാൾക്ക് ജനിച്ച കുട്ടിയെ സ്വന്തം മകളായി സ്നേഹിക്കുക, എനിക്ക് രണ്ടുപേരോടും വല്ലാത്ത ബഹുമാനം തോന്നി. 2 ആഴ്ചയോളം ലക്ഷ്മിയും മാമിയും മക്കളും ആ വീട്ടിൽ താമസിച്ചു. പണ്ടുണ്ടായതിനേക്കാൾ കൂടുതൽ ഞാൻ അവരോട് അടുത്തു.
മാമിയുടെ മാപ്പിളേ എന്ന നീട്ടിവിളി മാത്രമായിരുന്നു എനിക്ക് ഇച്ചിരി അരോചകം. പിന്നെ കനിമൊഴി മാമാന്ന് വിളിക്കുന്നു. ഞാൻ അവിടെ അമ്മാവനെന്നല്ലല്ലോ. ഭർത്താവാൻ പോകുന്നവരെയും ഭർത്താവിനെയൊക്കെ തമിഴ്നാട്ടിൽ ചിലയിടങ്ങളിൽ മാമ എന്നാണ് വിളിക്കുന്നത് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ഈ വിളി ഇനി അങ്ങനെ വല്ല ഉദ്ദേശത്തോടെയും അതിന് വഴിയില്ല. കാരണം ഞങ്ങളധികം സംസാരിക്കാറൊന്നുമില്ല. ഞാൻ രാവിലെ ക്ലാസ്സിന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ദേവിയൊക്കെ ലഞ്ച് ബോക്സ് റെഡിയാക്കി കൊണ്ടുവരും. വൈകിട്ട് വരുമ്പോൾ മേശപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാവും. ലക്ഷ്മി മാമി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം പ്രത്യേക രുചിയാണ്. രാത്രി എല്ലാവരും ഉമ്മർത്തിരുന്ന് വർത്തമാനം പറയും. ഞാൻ ദേവിയക്കയുടെ മടിയിൽ തലവെച്ച് കിടക്കും. വിരലുകൾ മുടിയിലൂടെ പതിയെ എഴിയുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. കനിമൊഴി എൻ്റെ അച്ഛൻ്റെ അടുത്തായിരിക്കും മിക്കപ്പോഴും. മുത്തശ്ശിയില്ല എന്നൊരു കുറവ് മാത്രമേ അനുഭവപ്പെട്ടിരുന്നുള്ളൂ. 2 ആഴ്ചയ്ക്ക് ശേഷം അവർ തിരിച്ചുപോയി. വീട് ഉറങ്ങിയതുപോലെ തോന്നി. പക്ഷേ അതിനുശേഷം എന്നും ഞാൻ അവരെ ഫോൺ വിളിക്കുന്നത് പതിവാക്കി. സ്കൂളിലെ വിശേഷങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ പങ്കുവെക്കും. നിത്യവും ഞാനുമായിട്ടുള്ള അടുപ്പം ദേവിയക്കയോട് മാത്രം പറഞ്ഞു. ഞാൻ അവളെ ശരിയാ പാക്കല്. അക്ക സങ്കടപ്പെട്ടു. സാറില്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴും കാണാമല്ലോ. ആഹാ, അന്താളൊക്കെ പോയിടിച്ചാ? പിന്നില്ലാതെ വെറും തമാശയാണെന്നാണോ അക്ക കരുതിയത്? ആദ്യം 2 പഠിച്ച് ജോലിയൊക്കെ നേടും. അതിനുശേഷം വീട്ടിലവതരിപ്പിച്ച ആരും എതിർക്കില്ലല്ലോ. പാത്ത് തമ്പി, റൊമ്പ കനവ് കണ്ട് ഫ്യൂച്ചർ വലിക്കക്കൂടാതെ. ഭാവിയിൽ എന്ത് വേദന ഉണ്ടാവാനാ? അക്ക പറഞ്ഞത് അന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രായം അത്രയല്ലേ ആയുള്ളൂ. എങ്കിലും ഞാനും നിത്യം പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. വഴക്കടിക്കുകയും ചിലപ്പോൾ 2 ദിവസം മിണ്ടാണ്ടിരിക്കുകയും. പക്ഷെ ഒരിക്കലും പിരിയില്ലെന്നൊരു വിശ്വാസമുണ്ട്. +2 കഴിഞ്ഞപ്പോഴേക്കും ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങി. നല്ല മാർക്ക് വാങ്ങിയ നിത്യക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. പ്രേമം തലക്ക് പിടിച്ച് ഉഴപ്പി എനിക്ക് കിട്ടിയില്ല. പ്രൈവറ്റായി പഠിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെയും തടസ്സം. സ്വത്ത് ഭാഗം വെക്കാനുള്ള തീരുമാനമായിരുന്നു. തറവാട് വല്യമ്മാവനാണ്. ഞങ്ങൾക്ക് വയലിൻ്റെ കരയിൽ 20 സെൻറ്റ് സ്ഥലം കിട്ടി. അവിടെ എത്രയും പെട്ടെന്ന് വീട് വെക്കണം. അതുവരെ ഇവിടെ താമസിക്കാൻ പറ്റൂ. വല്യമ്മാവിന് കുഴപ്പമില്ല. എങ്കിലും നാട്ടു നടപ്പനുസരിച്ച് അവർക്ക് കിട്ടിയതിൽ താമസിക്കുന്ന അച്ഛന് കുറച്ചിൽ തോന്നി. പിന്നെ സ്വന്തം വീട് വേണമെന്ന അതിയായ ആഗ്രഹം. അതുവരെ സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യം കൊണ്ട് തറവണി തിട്ടു. പിന്നെ ബാങ്ക് ലോണുകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം. അതിനിടയിൽ എൻ്റെ പഠനം ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയതിനാൽ ഞാനത് ഉപേക്ഷിച്ചു. താല്പര്യമില്ലായ്മയും ഒരു കാരണമാണ്. ഞങ്ങളുടെ അയൽക്കാരൻ സതീഷേട്ടന് ടൗണിൽ വെൽഡിംഗ് ഷോപ്പുണ്ട്. അവിടെ ജോലി കയറി. പണി പഠിച്ചു കഴിഞ്ഞ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റും വാങ്ങിയാൽ ഗൾഫിലൊക്കെ നല്ല സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു. ഇതൊക്കെ നിത്യയും പറഞ്ഞ് സമ്മതിപ്പിച്ചു. ആദ്യമൊക്കെ അവൾ എതിർത്ത്. പക്ഷെ എൻ്റെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാവണം പാതി സമ്മതം മൂളി. അവളുടെ സ്വപ്നം ഗവൺമെൻറ് ജോലിയായിരുന്നു. കുറച്ച് വർഷം ഗൾഫിൽ ജോലി ചെയ്യുക. അവിടെ നിൽക്കുമ്പോൾ തന്നെ പഠിച്ച് നാട്ടിൽ വന്ന് PSC എഴുതുക. എന്നിട്ട് 2 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാവുക. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കണക്കൂട്ടലുകൾ. പക്ഷേ എല്ലാം ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ലല്ലോ. 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞു. വീട് പണി മുഴുമിച്ചില്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് താമസം മാറി. അതിനിടയിൽ 1-2 പ്രാവശ്യം ഞാൻ ചെന്നൈയിൽ പോയി ലക്ഷ്മി മാമിയുടെ വീട്ടിൽ താമസിച്ചു. ദേവിയക്കയ്ക്ക് ജോലി കിട്ടി. കോയമ്പത്തൂരായിരുന്നു. അതിനാൽ കാണാൻ പറ്റിയില്ല. കനിമൊഴി ഉണ്ടായിരുന്നു. അവളങ്ങ് വളർന്ന് വലിയ പെണ്ണായതുപോലെ. പണ്ടത്തെ പോലെ കലപില സംസാരവും പൊട്ടിച്ചിരിയൊന്നുമില്ല. അത് ജാടയായി തോന്നി കണ്ട് ഞാനും അധികം മൈൻഡ് ചെയ്തില്ല. ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു അവർ താമസിച്ചിരുന്നു. സ്വന്തം വീടെന്ന സ്വപ്നം ലക്ഷ്മി മാമിക്കും ഉണ്ട്. മാപ്പിളേ, അടുത്ത പാട്ടി നീങ്ങി വരുമ്പോഴേക്കും പുതുവീട് വാങ്ങിയിരിക്കും. അവരുടെ സ്വരത്തിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചു. പണി തീരാത്താണെങ്കിലും സ്വന്തം വീട്ടിൽ ഉറങ്ങുന്നതിൻ്റെ സുഖം അനുഭവിച്ചറിയുന്നവനാണ് ഞാൻ. നീത്യയ്ക്കൊരു പുതിയ ഫോൺ അവിടെ അങ്കിളുടെ വക സമ്മാനമായി കിട്ടി. ഞാനൊരു ഫോൺ വാങ്ങി. അതോടെ ദിവസവും മണിക്കൂറുകളോളം സംസാരിക്കാൻ തുടങ്ങി. ദേവിയക്കയെ വിളിക്കാൻ എളുപ്പമായി. അക്കയായിരുന്നു എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് വിശ്വസിച്ച് പറയാം. പേടിച്ച് വിറച്ചുകൊണ്ട് നിത്യയുടെ കവിളിൽ ഉമ്മ വെച്ചൊക്കെ പറഞ്ഞപ്പോൾ അക്ക നിർത്താതെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. സന്തോഷകരമായ ദിനങ്ങൾക്ക് തിരശ്ശീല വീണത് വളരെ പെട്ടെന്നായിരുന്നു. രാത്രികളിൽ വൈകും വരെ ഫോൺ സംസാരിച്ചു കൊണ്ടിരുന്നവൾ പെട്ടെന്നൊരു ദിവസം മുതൽ സംസാരത്തിൻ്റെ ദൈർഘ്യം കുറച്ചു തുടങ്ങി. ഉറക്കം വരുന്നടാ, നാളെ കാണാം. ഇതായി സ്ഥിരം പല്ലവി. വീട്ടുജോലികളിൽ സഹായിച്ചും പഠിച്ചുമുള്ള ക്ഷീണമല്ലേ എന്ന് കരുതി ഞാനും സ്നേഹത്തോടെ സമ്മതിച്ചു. അത്താഴം കഴിഞ്ഞ് 5-10 മിനിറ്റ് മാത്രം സംസാരിക്കും. പിന്നെ രാവിലെ അവരുടെ കോളേജിൻ്റെ ഗേറ്റിനടുത്ത് വെച്ച് കാണും. അതിനുശേഷമാണ് ഞാൻ ജോലിക്ക് പോകാറ്. അസ്വാഭാവികതയൊന്നും എനിക്ക് തോന്നിയില്ല. അച്ഛന് ചെറിയ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രി അഡ്മിറ്റ് ചെയ്ത ശേഷം കരയുന്ന അമ്മയെ ആശ്വസിപ്പിച്ച് വലിയമ്മാവനെ വിളിച്ച് കാര്യം പറഞ്ഞു. പിന്നെ ദേവിയക്കയും വിളിച്ചു. അപ്പോഴാണ് നിത്യയെ വിളിച്ചില്ലെന്ന് ഓർത്ത്. സമയം രാത്രി 11:30 കഴിഞ്ഞു. ഈ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ വിളിച്ചില്ലെങ്കിൽ നാളെ അതും പറഞ്ഞ് വഴക്കിട്ടാലോ. ഫോൺ എടുത്ത് തെല്ലും മടിയോടെ വിളിച്ചു നോക്കി. കോൾ വെയിറ്റിംഗ്. വീണ്ടും വിളിച്ചു. അതും അങ്ങനെ തന്നെ. 4 തവണ വിളിച്ചപ്പോഴാണ് അവൾ എടുത്തത്. നീ ഉറങ്ങിയില്ലേടി?
ഇല്ല, അങ്കിളുടെ മോനില്ലേ എറണാകുളത്ത് ജോലി ചെയ്യുന്ന മൂപ്പര് വിളിച്ച് സംസാരിക്കായിരുന്നു. ഈ പാതിരാത്രിക്കോ? അതിനെന്താ, അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അല്ല, നീ എന്താ ഈ നേരത്തെ വിളിച്ച്? ഏയ് ഒന്നുമില്ല. ഓ, ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും. എപ്പോൾ മുതലാടാ നിനക്ക് സംശയം തുടങ്ങിയേ? എനിക്കാരെയും സംശയമൊന്നുമില്ല, നിന്നോട് മിണ്ടണം തോന്നി, അതുകൊണ്ട് വിളിച്ചു. തെറ്റായി പോയെങ്കിൽ മാപ്പ്. നീ അയാളോട് സംസാരിച്ചോ? ഞാൻ വെക്കുക. ദേ, ഇത്രയ്ക്ക് ചീപ്പാവരുത് കേട്ടോ. അതേടി, ഞാൻ ചീപ്പ് തന്നെയാ. എന്ന് വിളിക്കുന്ന സമയത്ത് എൻ്റെ കോൾ കാണായിട്ടും നീ കാര്യം തിരക്കോ? എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കും മാത്രമേ നിനക്ക് ഉറക്കം വരൂ. ഇപ്പം അതില്ലേ? എൻ്റെ കസിൻ വിളിക്കുമ്പോൾ ഉറങ്ങണമെന്ന് പറയാൻ പറ്റുമോ? നീ അങ്ങനെയല്ലല്ലോ, ദിവസവും കാണുന്നുണ്ട്. 24 മണിക്കൂർ നിന്നോട് മാത്രം എണ്ണിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ പക്വതയോടെ ചിന്തിക്ക്. അവളുടെ സ്വരം കനത്തു. അതെ, എനിക്ക് പക്വത കുറവാ. മനസ്സിൽ നിറയെ നീ ആയതുകൊണ്ടാ. അതാണല്ലോ നിന്റെ സാമീപ്യം കൊതിക്കുന്നത്. ഇപ്പോൾ വിളിച്ച പോലും നിന്റെ ശബ്ദം കേട്ട ഒരു ആശ്വാസം തോന്നുന്നു കരുതിയാ. എപ്പോഴൊക്കെ ഞാനതിന് കൊതിച്ചിട്ടുണ്ടോ അന്നൊന്നും എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ നിനക്കൊരു ചെറിയ ടെൻഷൻ വരും പോലും നിഴൽ പോലെ കൂടെ നിന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോഴല്ല, പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലം മുതൽ. അത് മറക്കരുത്. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല, വെച്ചോ. ഗുഡ് നൈറ്റ്. കോള് കട്ട് ചെയ്ത് ഞാൻ മുമ്പിൽ കണ്ട ചെയറിലിരുന്നു. ഹൃദയത്തിൻ്റെ ഭാഗത്ത് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട്. കണ്ണുകൾ നിറയുന്നു. അതിന് മാത്രം എന്ത് സംഭവിച്ചു? അവൾ അമ്മാവൻ്റെ മകനോട് സംസാരിച്ചതോ? ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു. ഉത്തരം കിട്ടിയില്ല. പക്ഷെ അജ്ഞാതമായ ഏതോ ഒരു ശക്തി എനിക്ക് മുന്നറിയിപ്പ് തരികയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി വരുന്നത് നേരിടാനുള്ള ശക്തി സ്വയം ആർജിക്കണമെന്ന മുന്നറിയിപ്പ്. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.